അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മളിവിടെ അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളിവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്തായാലും ഉണ്ടാവും. പിന്നെ ഇവിടെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രധാനമായിട്ട് ഇവിടെ 14 നാൾ ദർശന മഹോത്സവം എന്നാണ്. എല്ലാ മേടമാസം 1-ാം തീയതി തുടങ്ങി മേടമാസം 14-ാം തീയതി വരെയാണ് ഉത്സവം നടത്തുന്നത്. ആ ഉത്സവത്തിന് ഞങ്ങളെല്ലാവരും ഉത്സവം ഇപ്പോൾ തുടങ്ങിയിട്ടൊക്കെ അധികം ഒരു 10-20 വർഷത്തിന് മേളിൽ ഉത്സവമൊന്നും ഉണ്ടായിരുന്നില്ല, അതിന് ശേഷമാണ്. അപ്പം ഞങ്ങളും എല്ലാ നാട്ടുകാരും കൂടി ഉത്സവമൊക്കെ നല്ല ഗംഭീരമായിട്ടൊക്കെ നടത്തി വരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ 14 നാൾ ദർശന മഹോത്സവം എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു ലേബലാണത്. എങ്ങും ഈ കേരളത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടാവില്ല, 14 നാൾ ദർശന മഹോത്സവം. പിന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ സാമൂഹ്യാരാധന നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ആ നടത്തുന്നത് അതോടുകൂടി തന്നെ പാനകമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അപ്പം അത് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കാര്യസിദ്ധി, അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തും. അങ്ങനെ പലരും വന്ന് നമ്മൾ നടത്തി പോകുന്നുണ്ട്. അവർക്കെല്ലാം അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട്. പിന്നെ ഇവിടെ ത്രിമൂർത്തികളാണ്. ത്രിമൂർത്തി ക്ഷേത്ര, വൈഷ്ണവ ത്രിമൂർത്തി, സന്താന ഗോപാലം, പാർത്ഥസാരഥി, നരസിംഹമൂർത്തി. അപ്പം മൂന്നിനും ഒരേ പ്രാധാന്യമാണ് ഉള്ളത്. അപ്പോൾ 3 സ്ഥലത്തും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതായത് സന്താന ഗോപാലത്തിന് മംഗല്യം വരാനും കുട്ടികളിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള വഴിപാടുകളാണ് ചെയ്യുന്നത്. പിന്നെ പാർത്ഥസാരഥിക്ക് നമ്മളെ കുട്ടികൾക്കുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ നേർദിശയിൽ നയിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളിവിടെ അർപ്പണബോധത്തോടെ ലാഭേച്ഛയില്ലാതെ നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം, ജീവിതാനുഭവം.